ൊക്കെ നമ്മൾ പോകുന്നില്ലെങ്കിലും വയനാടിനെ ഒപ്പം ചേർക്കുന്നുവെങ്കിലും നമുക്ക് പ്രതീക്ഷയുടെ ഒരു ദിവസങ്ങളാണ് ഓണം എന്ന് പറയുന്നത്. ഓണത്തെ വരവേൽക്കാൻ പൂപ്പാടം ഒരുക്കിയിരിക്കുകയാണ് മലയോര കർഷകർ. തിരുവനന്തപുരം അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ കൂട്ടപ്പൂ വാർഡിലാണ് 1.5 ഏക്കറോളം വിസ്തൃതിയിൽ ജമന്തിപ്പാടം ഒരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ നല്ല വിളവാണ് ഇക്കുറിയും പൂകൃഷിയിലേക്ക് കടക്കാൻ മലയോര കർഷകരെ പ്രേരിപ്പിച്ചത്. ഒപ്പം വലിയ തോതിൽ പൂവിന് ആവശ്യക്കാരുമുണ്ടായിരുന്നു. ഇതോടെ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടിയും വന്നില്ല. കുട്ടപ്പൂ വാർഡിലെ 1.5 ഏക്കറിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് അംഗം ബിന്ദു ബിനോയുടെ നേതൃത്വത്തിലാണ് പൂപ്പാടം ഒരുങ്ങുന്നത്. ആദ്യം തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഈ നിലം ഒരുക്കി, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു. ഞങ്ങളിപ്പോൾ ഓണവിപണി ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഈ കൃഷി ആരംഭിച്ചത്. ഇത് മലയോര ഗ്രാമപ്രദേശം ആയതുകൊണ്ട് നമുക്ക് പന്നിയുടെയും കുരങ്ങൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഈ ജമന്തി കൃഷിയാണ്. ഞങ്ങൾ 1.5 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്ത് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ചേർന്ന് നടത്തുന്ന കൃഷിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തു, വൻ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞങ്ങൾ ഇതിലേക്ക് കിടന്നത്. അമ്പൂരി കൃഷിഭവന്റെ സഹായത്തിൽ തരിശായി കിടന്ന ഭൂമിയിൽ വാഴ ഉൾപ്പെടെയുള്ള ഇടവിള കൃഷികൾ കൂടി നടത്തിക്കൊണ്ടാണ് ജമന്തിപ്പാടവും ഒരുക്കിയത്. പൂക്കാലം കഴിഞ്ഞാലും കൃഷി നശിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ ഒരാശയം മുന്നോട്ട് വച്ചത്. 2.5 ഏക്കർ സ്ഥലത്താണ് പൂക്കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ തന്നെ 1 ഏക്കറിൽ മേലെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ മലയോര മേഖല ആയതുകൊണ്ട് ബാക്കിയുള്ള കാർഷിക വിളകൾക്ക് നാശം സംഭവിക്കാത്ത രീതിയിലാണ് ഇവിടെ പൂക്കൃഷി ചെയ്തിരിക്കുന്നത്. ഈ പൂക്കൃഷിയുടെ വിളവ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ മറ്റുള്ള വിളകൾ കൃഷി ചെയ്യത്തക്ക രീതിയിലാണ് ഇവിടെ നിലം ഒരുക്കിയിരിക്കുന്നതും അതിൻ്റെ വ്യവസ്ഥകളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നതും. ഹൈബ്രിഡ് ഇനത്തിലെ 2000-ഓളം ബന്ദിത്തൈകളാണ് ഇവിടെ നട്ടത്. കൃഷി ഓഫീസർ വിജയകുമാറിന്റെ നിർദ്ദേശം ഗുണം ചെയ്തു. സന്തോഷ്, തങ്കരാജ് തുടങ്ങിയ കർഷകരുടെ നേതൃത്വത്തിലാണ് കൃഷി പുരോഗമിക്കുന്നത്. ചിങ്ങം പിറന്നതോടെ പൂത്തു തുടങ്ങിയ ജമന്തിപ്പാടത്ത് കുരങ്ങുകളുടെയും പന്നികളുടെയും ശല്യം കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. കുരങ്ങൻ വന്ന് അടിച്ച് നശിപ്പിക്കും. പിന്നെ രാത്രിയാകുമ്പം പന്നി ശല്യമുണ്ട്. പന്നി വന്ന് ഇടയിൽ കൂടി ഉരുണ്ട് മറിഞ്ഞ് കിടന്ന് പഴഞ്ഞ് നശിപ്പിക്കും. അങ്ങനെ കുറച്ച് ആയാലും അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. കുരങ്ങനും പന്നിയും തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഏരിയയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ, ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. എന്ത് നട്ടാലും നശിപ്പിച്ച് കളയും. പിന്നെ നമ്മൾ വയനാടിൻ്റെ ദുരന്ത ഈ സമയത്തും നമ്മൾ ഇത് കൂടി ചെയ്യണമെന്ന് പറയുമ്പോൾ ഓണത്തിന് ഇടയ്ക്ക് നമ്മൾ ഒരു ടപ്പ് വേണമെന്നുള്ള ഒരു ലക്ഷ്യത്തിൽ കൃഷി ഓഫീസർ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നതാണ്. ആ ദുരന്തത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യേണ്ടതല്ല, എന്നാലും എല്ലാ വർഷത്തെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. അത്തമാകുന്നതോടെ പൂപ്പാടത്തെ പൂക്കൾ കൊണ്ട് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം തീർക്കാൻ ഒരുങ്ങുകയാണ് അമ്പൂരി നിവാസികൾ. ന്യൂസ് 18 അമ്പൂരി.